സിവിൽ സർവീസ് ഫലം പ്രഖ്യാപിച്ചു. കോഴിക്കോട് മലയാളിയായ എസ് ശ്രുതി 18ാം റാങ്ക് കിട്ടി. ഒന്നാം റാങ്ക് അനുജ അഗ്നിഹോത്രിക്കാണ് എന്നാണ് ഇപ്പോൾ ലഭിക്കുന്ന വിവരം. സുവി വിശ്വനാഥൻ വിവരങ്ങളുമായി ചേരുന്നുണ്ട്. സുവി, സിവിൽ സർവീസിൽ മലയാളി തിളക്കം ഇത്തവണ എത്രത്തോളമുണ്ട്? UPSC സിവിൽ സർവീസ് മെയിൻ പരീക്ഷയുടെ ഫലമാണ് ഇപ്പോൾ പ്രസിദ്ധീകരിച്ചിരിക്കുന്നത്. വിവിധ വിഭാഗങ്ങളിലായി 952 പേർ ഇപ്പോൾ പ്രവേശനം നേടി എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. കഴിഞ്ഞ തവണത്തെ അപേക്ഷിച്ച് മലയാളികൾ 10 എണ്ണത്തിൽ ഇല്ല എന്ന ഒരു ദുഃഖകരമായ വാർത്തയാണുള്ളത്. പക്ഷേ മലയാളികൾക്ക് അഡ്മിഷൻ ലഭിച്ചിരിക്കുന്നു എന്നതുകൂടെ നമ്മൾ എടുത്തു പറയേണ്ടതുണ്ട്. അതിലേക്ക് നമുക്ക് വരാം. രാജ്യത്ത് 1ാം റാങ്ക് ലഭിച്ചിരിക്കുന്നത് അനൂജ് അഗ്നിഹോത്രിക്കാണ്. അദ്ദേഹത്തിന് ഏത് സംസ്ഥാനക്കാരനാണ് എന്നതുൾപ്പെടെയുള്ള വിവരങ്ങൾ ഇപ്പോൾ ലഭ്യമായിട്ടില്ല. 2ാം റാങ്ക് രാജേശ്വരി സുവയാണ് ലഭിച്ചിരിക്കുന്നത്. 3ാം റാങ്ക് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ വരുന്നതേയുള്ളൂ. ഏതായാലും 18ാം റാങ്ക് ലഭിച്ചിരിക്കുന്നത് ഒരു മലയാളിക്കാണ് എന്ന അഭിമാനകരമായ ഒരു വിവരം നമുക്കിപ്പോൾ പങ്കുവയ്ക്കാൻ സാധിക്കും. ശ്രുതിയാണ് 18ാം റാങ്ക് നേടിയിരിക്കുന്നത്. മറ്റൊന്ന് മലയാളിയായ സിദ്ധാർത്ഥ എം ജോയിയാണ് മറ്റൊരു റാങ്ക് നേടിയിരിക്കുന്ന മലയാളി. 271ാം റാങ്കാണ് സിദ്ധാർത്ഥയ്ക്ക് ലഭിച്ചിരിക്കുന്നത്. എടുത്തു പറയേണ്ട മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം KSA പരീക്ഷയിലും സിദ്ധാർത്ഥിന് 2ാം റാങ്ക് ലഭിച്ചിരുന്നു എന്നതാണ്. തിരുവനന്തപുരം നരുവാമൂട് സ്വദേശി JS ശ്രീജയാണ് 57ാം റാങ്ക് ലഭിച്ചിരിക്കുന്നത്. 57ാം റാങ്ക് ലഭിച്ചിരിക്കുന്നതും ഒരു മലയാളിക്കാണ്, JS ശ്രീജ. കോഴിക്കോട് സ്വദേശി അജയ് ആർ രാജിന്റെ വിജയമാണ് നമുക്ക് ഇവിടെ എടുത്തു പറയേണ്ടത്. അദ്ദേഹത്തിന് പരിമിതിയുള്ള ഭിന്നശേഷി വിദ്യാർത്ഥിയാണ്. അദ്ദേഹത്തിന്റെ വിജയം ഏറ്റവും തിളക്കമാർന്നതാണ് എന്ന് നമുക്ക് ഇവിടെ പറയേണ്ടി വരും. 109ാം റാങ്കാണ് അജയ് ആർ രാജിന് ലഭിച്ചിരിക്കുന്നത്. പ്രിലിമിനറി, മെയിൻ, പേഴ്സണാലിറ്റി ടെസ്റ്റ് എന്നീ 3 ഘട്ടങ്ങൾക്ക് ശേഷമാണ് ഇപ്പോൾ റാങ്ക് പട്ടിക പ്രസിദ്ധീകരിച്ചിരിക്കുന്നത്. upsc.gov.in എന്ന അല്ലെങ്കിൽ upsconline.nic.in എന്നിവയിൽ ഫലം പരിശോധിക്കാൻ സാധിക്കും. 2025 മെയ് 25-നായിരുന്നു പ്രിലിമിനറി പരീക്ഷ നടന്നത്. ഓഗസ്റ്റ് 22 മുതൽ ഓഗസ്റ്റ് 31 വരെയായിരുന്നു ഇന്റർവ്യൂ നടന്നത്. ഫെബ്രുവരിയിൽ പേഴ്സണാലിറ്റി ടെസ്റ്റ് അവസാനിക്കുകയും ചെയ്തു. അതിന് ഒരാഴ്ചയ്ക്ക് ശേഷം ഇപ്പോൾ റാങ്ക് പട്ടിക പ്രസിദ്ധീകരിച്ചിരിക്കുകയാണ്. രഞ്ജിത്ത്, തീർച്ചയായും മലയാളിയായ ശ്രുതിക്കാണ് 18ാം റാങ്കോടുകൂടി മലയാളികളിൽ 1ാം സ്ഥാനത്തുള്ളത് എന്നത് ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ്. അതിൽ 57ാം റാങ്ക് ശ്രീജ എന്ന മലയാളിക്കുണ്ട്. ശ്രീജയ്ക്ക് 57ാം റാങ്കുണ്ട്. കോഴിക്കോട്ടുകാരനായ അജയ് രാജ് 109ാം റാങ്കുമായി ഈ പട്ടികയിലുണ്ട് എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ്. സിവിൽ സർവീസ് റാങ്ക് തിളക്കത്തിൽ ഇപ്പോൾ നമുക്ക് ലഭ്യമാകുന്ന വിവരമനുസരിച്ച് 3 മലയാളികൾ സിവിൽ സർവീസിൻ്റെ റാങ്ക് തിളക്കത്തിൽ ഉണ്ട്. 109ാം റാങ്ക് നേടിയ കോഴിക്കോട് സ്വദേശി അജയ് രാജാണ് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ആൾ കൂടിയായിട്ടുള്ളത്. അജയ് ഏറെ പ്രത്യേകതയുള്ള ഒരാൾ കൂടിയാണ്. അജയ്ക്ക് ഏറെ അഭിമാന നേട്ടമാണ് എന്നാണ് ഏറ്റവും മനസ്സിലാക്കേണ്ടത്. ശ്രീജ, നമുക്ക് അറിയാവുന്നത് ശ്രീജയ്ക്ക് 57ാമത്തെ റാങ്കും അതേറെ പ്രധാനപ്പെട്ട ഒന്നായി മാറുന്നുണ്ട്. 18ാം റാങ്ക് ആണ് മലയാളിയായ ശ്രുതിക്ക് കിട്ടിയിരിക്കുന്നത്. ശ്രുതിയാണ് മലയാളികളിൽ ഏറ്റവും മുന്നിൽ നിൽക്കുന്നത് സിവിൽ സർവീസിൽ എന്നുള്ളതാണ്. മറ്റ് വിവരങ്ങൾ കൂടുതലായി ലഭ്യമാകുന്നുണ്ടോ സുവി? ഈ 3 പേരുടെ പേരാണ് ഇപ്പോൾ നമുക്ക് കിട്ടിയിട്ടുള്ളത്, അല്ലേ? 3 മലയാളികളുടെ പേരാണ് നമുക്ക് ലഭിച്ചിരിക്കുന്നത്. അതിൽ ഏറ്റവും എടുത്തു പറയേണ്ടത് കോഴിക്കോട് സ്വദേശിയായ അജയ് ആർ രാജിന്റെ പേരാണ്. അജയ് ആർ രാജിന് 109ാം റാങ്കാണ്. പക്ഷേ പരിമിതിയുള്ള ഭിന്നശേഷിക്കാരനാണ് അദ്ദേഹം. കാഴ്ച പരിമിതിയാണ് അദ്ദേഹത്തിനുള്ളത് എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അങ്ങനെയാണ് അദ്ദേഹം വലിയ പരീക്ഷ എഴുതി പാസ്സായിരിക്കുന്നത്. മെയിൻ പരീക്ഷ, പ്രിലിമിനറി പരീക്ഷ, അതിനുശേഷം മെയിൻ, അതിനുശേഷം പേഴ്സണാലിറ്റി ടെസ്റ്റും മറികടന്ന് അജയ് ആർ രാജ് 109ാം റാങ്കിൽ എത്തിയിരിക്കുന്നു. അദ്ദേഹത്തിൻ്റെതാണ് ഏറ്റവും തിളക്കമുള്ള വിജയം എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത്. കേരള കാഡറിൽ തന്നെ അദ്ദേഹത്തിന് IAS ലഭിക്കാനുള്ള ഒരു സാധ്യതയുണ്ട് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഏതായാലും 3 മലയാളികൾ ഇത്തവണ പ്രവേശനം നേടി എന്ന വാർത്തയാണ് നമുക്ക് ഇപ്പോൾ ലഭ്യമായിട്ടുള്ള വിവരങ്ങളിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. കഴിഞ്ഞ തവണ ആദ്യ 10 മലയാളികൾ ഉണ്ടായിരുന്നു. എന്നാൽ ഇത്തവണ ആദ്യ 10 മലയാളികൾക്ക് ഇടം ലഭിച്ചിട്ടില്ല എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. 18ാം റാങ്ക് നേടിയിരിക്കുന്നത് S ശ്രുതിയാണ്. തിരുവനന്തപുരം നരുവാമൂട് സ്വദേശിയാണ് S ശ്രുതി. മലയാളിയായ സിദ്ധാർത്ഥ് എം ജോയ് 271ാം റാങ്ക് നേടിയിട്ടുണ്ട്. ഈ കേരള അഡ്മിനിസ്ട്രേറ്റീവ് സർവീസിലും സിദ്ധാർത്ഥിന് 2ാം റാങ്ക് നേടിയിരുന്നു. ആ സിദ്ധാർത്ഥാണ് ഇവിടെ 271ാം റാങ്ക് നേടിയിരിക്കുന്നത്. ഏതായാലും 958 പേരുടെ പട്ടികയാണ് ഇപ്പോൾ സിവിൽ സർവീസ്
മെയിൻ പരീക്ഷയ്ക്ക് ശേഷം പ്രസിദ്ധീകരിച്ചിരിക്കുന്നത്. വിവിധ വിഭാഗങ്ങളിലുള്ള പട്ടികയാണ് UPSC ഇപ്പോൾ പ്രസിദ്ധീകരിച്ചിരിക്കുന്നത്. രഞ്ജിത്ത്. സുവി വിശ്വനാഥ് വിവരങ്ങൾ പങ്കുവെക്കുന്നു. ഇപ്പോൾ 3 മലയാളികൾക്ക് സിവിൽ സർവീസ് തിളക്കമുണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. മലയാളികൾക്ക് അഭിമാനമായി 3 പേർക്കാണ് ഇത്തവണ റാങ്ക് പട്ടികയിൽ കടന്നുകൂടാൻ സാധിച്ചത് എന്നുള്ളതും ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ്.